ആ ഫുൾ 90 കളിച്ചാല് ആ മെന്റാലിറ്റി കീപ്പ് ചെയ്ത് പോകാറ്റുന്നു. അതെ അതെ അല്ലേ. റൊണാൾഡോ എപ്പോഴും മെന്റാലിറ്റി കീപ്പ് ചെയ്യുന്ന ഒരാളാണ്. there is a saying like winning team never change. so once അത് ആ ഒരു ഇതിലേക്ക് വന്ന ഓൾമോസ്റ്റ് എല്ലാ ടീംസും എല്ലാ മാനേജേഴ്സും ആ ഒരു ടേക്ക് എടുക്കും. ഫൈനൽ റിസൾട്ട് തന്നെയാണ് ഇമ്പോർട്ടൻസ് അതാണ്. യെസ്, ഗോൾഡൻ ജനറേഷൻ ഒക്കെ ഓൾറെഡി തീരാറായി. ജനറേഷൻ ഒക്കെ കത്തി. ഹലോ ഗൈസ്, ഫോർ മൈ ഫുട്ബോൾ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഹായ് മിസ്റ്റർ രാഹുൽ. യെസ്, പറയൂ. പ്ലീസ് ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. ഹായ്, രാഹുൽ, ഡൈ ഹാർഡ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാൻ. പിന്നെ ചെറിയ ഡിസ്ട്രിക്ട് ഫുട്ബോൾ അസോസിയേഷനൊക്കെ ആയിട്ട് അടുത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഐ ഹാവ് മൈ ഓൺ അക്കാഡമി. വെരി ഗുഡ്. ഓക്കെ, മൈസെൽഫ് കിരൺ. ഞാൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാനാണ്. നമ്മൾ യൂറോ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഒരു 2 വീക്സിൻ്റെ അടുത്താവാറായി. എന്ത് തോന്നുന്നു മാച്ചസ് തുടങ്ങിയപ്പോൾ? എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു? പിന്നെ എക്സൈറ്റ്മെന്റ് ഇല്ലാതെ വി വർ വെയിറ്റിംഗ് ഫോർ യൂറോ. യൂറോ വാസ് ഇനീഷ്യലി എന്തോ ഒരു ഇത് തോന്നിയിരുന്നു, ഇത് ഒരു എക്സൈറ്റ്മെന്റ് ഇല്ലാത്ത രീതിയിൽ. എക്സൈറ്റ്മെന്റ് കുറവുണ്ടായിരുന്നു ഗെയിംസിലും കാര്യങ്ങളിലും. എല്ലാവരും ഒരു ആ ഒരു അറ്റ്മോസ്ഫിയറിലേക്ക് നമ്മൾ ക്ലബ് മാച്ചസ് ഒക്കെ കണ്ട് നാഷണൽ ലെവലിലേക്കൊക്കെ വരുമ്പോൾ നമ്മളൊരു എക്സ്പെക്ടേഷൻ ഉണ്ടല്ലോ, ക്ലബ് മാച്ചസ് കാണുന്ന ഒരു ഗെയിം പ്ലേ ഒക്കെ നമ്മൾ കാണുമ്പോൾ. പക്ഷെ അതിപ്പം മാറി വരുന്നുണ്ട്. സ്റ്റേജിലേക്ക് അടുക്കുമ്പോൾ ഗെയിംസ് ആർ ബിറ്റ് എക്സൈറ്റിംഗ്. കട്ട പോർച്ചുഗൽ ഫാനാണെന്ന് അറിയാം, കട്ട റൊണാൾഡോ ഫാനും. എന്ത് തോന്നുന്നു പോർച്ചുഗലിലൊക്കെ ഇതുവരെയുള്ള കളി കണ്ടിട്ട്? പോർച്ചുഗലിന്റെ ഗെയിം ഇസ് ഓക്കെ. ഇൻ ഫസ്റ്റ് ഗെയിം വാസ് അവരൊന്ന് സെറ്റ് ചെയ്ത് ആ ടീമൊന്ന് ജെല്ലായി വരുന്ന രീതിയിൽ തോന്നി. പക്ഷെ ഓൾറെഡി ഗ്രൂപ്പ് സ്റ്റേജിന് മുന്നേ തന്നെ ക്വാളിഫയേഴ്സിൽ അൺബീറ്റൻ ആയിട്ടാണ് കയറിയത്. റൊണാൾഡോ ഒക്കെ ഇഷ്ടംപോലെ നന്നായിട്ട് പെർഫോം ആയിട്ടായിരുന്നു അവരൊക്കെ. എന്നാലും ഫസ്റ്റ് മാച്ച് വാസ് ഷേക്കി അല്ലേ? ഫസ്റ്റ് മാച്ച് വാസ് ഒന്ന് ആ സിസ്റ്റത്തിലേക്ക് വരാൻ കുറച്ച് ടൈമൊക്കെ എടുത്തു. സെക്കൻഡ് മാച്ച് ആണെങ്കിലും സെക്കൻഡ് മാച്ച് വാസ് ഗുഡ്. ബട്ട് ഒരു ടോട്ടൽ ഒരു ഗെയിം പ്ലാൻ ഒരു പ്രോപ്പർ സെറ്റപ്പ് ഒന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഒരു ഗെയിം സെറ്റപ്പ് പോലെ ഒരു ഗെയിം പ്ലാൻ ഒന്നും ലൈക്ക് എക്സിക്യൂട്ട് ചെയ്ത പോലെ തോന്നുന്നുണ്ടായില്ല. പക്ഷെ ഇൻഡിവിജ്വലി എല്ലാ സ്റ്റാർ പ്ലേയേഴ്സും ഉണ്ട് ടീമിൽ. ആ ഒരു കോർഡിനേഷൻ ഇല്ലാത്ത പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഓൾ ടുഗദർ ഒരു സൂപ്പർ സ്റ്റാർ ടീമാണ് പോർച്ചുഗൽ. അപ്പൊ അതിന്റെ ഒരു പെർഫോമൻസ് എന്തായാലും കാണിക്കും. എക്സ്പെക്ടഡ് ലെവലില് നമ്മൾ വിചാരിക്കുന്ന ഒരു ഗെയിം സ്റ്റൈലിലേക്ക് ഒന്നും വന്നില്ല. വരുമായിരിക്കും. ഇപ്പൊ ടർക്കിന്റെ കൂടെ ആണെങ്കിലും ലൈക്ക് they were also like playing very good. പക്ഷെ അവര് പ്രോപ്പർ ഫിനിഷറോ അല്ലെ ഒരു അത്ര എക്സ്പീരിയൻസ് അല്ലാത്ത പ്ലേയേഴ്സ്. അത് മാത്രല്ല കളിയിൽ ഒരു ഓൺ ഗോളും കൺസീഡ് ചെയ്തു. അപ്പൊ അതോടെ അവര് മൊറയിലൊക്കെ ഡൗൺ ആയി. ഓൺ ഗോളിനെ പറ്റി പറഞ്ഞപ്പോഴാ ഈ സീസണിൽ എണ്ണമുണ്ട് കൂടുതൽ ഓൺ ഗോൾ. ഈ ടൂർണമെന്റിൽ ഏകദേശം ഒരു ഐ ഗസ് 6 ഓൺ ഗോൾ. പോർച്ചുഗലിന് തന്നെ 2 ഓൺ ഗോൾ അല്ലേ ഫസ്റ്റ് മാച്ചിലും. ഫസ്റ്റ് ഗോൾ വാസ് ഓൺ. അതുകൊണ്ട് തന്നെ നമുക്ക് പോർച്ചുഗലിനെ അല്ലേ. ആസ് എ റൊണാൾഡോ ഫാൻ ഐ എം ഹാപ്പി. റൊണാൾഡോ അത്യാവശ്യം നന്നായിട്ട് കളിക്കുന്നുണ്ട്, ഗെയിമിൽ കാണുന്നുണ്ട്. പിന്നെ കഴിഞ്ഞ വർഷത്തെ വേൾഡ് കപ്പിലൊക്കെ നമ്മൾ കണ്ടല്ലേ, ആ ഒരു അതിൽ ഒരുപാട് മാറി ടീം. ആ ഒരു മെന്റാലിറ്റിയൊക്കെ കോച്ചും മാറിയല്ലോ. അപ്പം എനിക്ക് തോന്നുന്നു ആ സിസ്റ്റം ഒക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. പീപ്പിൾ ആർ കമ്മ്യൂണിക്കേറ്റിംഗ്. റൊണാൾഡോ ഉണ്ടെങ്കിലേ ഒരു വിശ്വാസമുള്ളൂ അല്ലേ? ആസ് എ ഫാൻ കഴിഞ്ഞ വർഷം ലാസ്റ്റ് ഗെയിമിൽ സംഭവിച്ചത് ആരും തന്നെ മറന്നിട്ടുണ്ടാവില്ല. പുള്ളിക്കാരൻ 60 മിനിറ്റ്സ് പ്ലസിലായിട്ടാ സബാക്കിയത്. പുള്ളി വന്നു, പിന്നെ ടൈം കിട്ടിയില്ല. ടീം ആ ഫുൾ 90 കളിച്ചാല് ആ മെന്റാലിറ്റി കീപ്പ് ചെയ്ത് പോകാറ്റുന്നു. അതെ അതെ അല്ലേ. റൊണാൾഡോ എപ്പോഴും മെന്റാലിറ്റി കീപ്പ് ചെയ്യുന്ന ഒരാളാണ്. റൊണാൾഡോക്ക് മെന്റാലിറ്റി ഇഷ്യൂ ഒന്നും ഇല്ലാതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ടീമിന് മെന്റാലിറ്റി, പുള്ളിക്കാരന്റെ മെന്റാലിറ്റി ടോപ്പ് നോച്ച്. എനിക്ക് റോങ് ഫസ്റ്റ് 11 ആയിരുന്നു അന്ന് ഇറങ്ങിയത്. പ്രീവിയസ് മാച്ചിലെ ആ പയ്യന്റെ
ലൈക്ക് ഒരു ഹാട്രിക് ഉണ്ടായിരുന്നു, ഗോൺസാലോ റാമോസിന്റെ ഒരു ഹാട്രിക് ഉണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് ഒബ്വിയസ്ലി കളിക്കട്ടെ. there is a saying like winning team never change. so once അത് ആ ഒരു ഇതിലേക്ക് വന്ന ഓൾമോസ്റ്റ് എല്ലാ ടീംസും എല്ലാ മാനേജേഴ്സും ആ ഒരു ടേക്ക് എടുക്കും. ദാറ്റ് ഈസ് നോർമൽ. അത് ഒരു ഒബ്വിയസ് ചോയ്സ് ആയിരുന്നു ആ ടൈമിൽ. പിന്നെ ഈ വർഷത്തെ യൂറോ ഹോസ്റ്റ് ചെയ്യുന്നത് ജർമ്മനിയാണ്. നമുക്കറിയാലോ ജർമ്മനി എപ്പോഴും ഈ വേൾഡ് കപ്പ് യൂറോ ഒക്കെ ഹോസ്റ്റ് ചെയ്യുന്നത് ഭയങ്കര അടിപൊളിയായിട്ട് ഹോസ്റ്റ് ചെയ്യുന്നത്. എപ്പോഴും ഒരു എക്സൈറ്റ്മെന്റ് കൊണ്ടുവരും. പറഞ്ഞപ്പോഴേ ജർമ്മനീന്റെ കളി ജർമ്മനിന്റെ കിടുക്കളിയാട്ടോ. നല്ല നല്ല അവര് ജർമ്മനി ഇപ്പം ഒരു 2-3 years ആയിട്ട് അവരൊരു ഡൗൺഫോളിലൊക്കെയാണ്. അതെ, ഒരു ബാലൻസ് ഇല്ലാത്ത ടീമായിരുന്നു. പക്ഷെ ഇപ്പം തിങ്സ് ആർ ചേഞ്ചിങ്. ഗുഡ് ടീം, നല്ല ടീമാണ്, നന്നായിട്ട് കളിക്കുന്നു, നല്ല ഗെയിം പ്ലേ, നല്ല സ്റ്റൈലുണ്ട്. കോച്ച് വന്നപ്പോ ശരിക്കും ഇമ്പാക്ട് ചെയ്തിട്ടുണ്ട്. യങ് പ്ലേയേഴ്സിനെ കൂടുതൽ കൊണ്ടുവരാൻ തുടങ്ങി. ഇപ്രാവശ്യത്തെ എന്താ പറയാ ലീഗ് മാച്ചസിന്റെയും കുറെ ഇമ്പാക്ട് ഒക്കെ ഉണ്ട്. ഇപ്പൊ ലീഗൊക്കെ ഒന്ന് മാറിയില്ലേ, അതേപോലെ ഡോമിനന്റ് പരിപാടി കൊണ്ടുവന്നു. അത് അൺബീറ്റൺ ആയി പോകുന്നു. അതെ, ഇൻവിൻസിബിൾ ഡബിൾ അടിച്ചു. അതെ അതെ, ഒരു കളിയും തോക്കാണ്ട് കപ്പ് നേടി. അതൊരു അച്ചീവ്മെന്റ് ആണ്. അപ്പൊ അത് തന്നെ മൊത്തം ജർമ്മൻ ഫുട്ബോളിലും ഇമ്പാക്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് അവർ ഗ്രൂപ്പ് സ്റ്റേജസും നന്നായിട്ട് പെർഫോം ചെയ്തിട്ട് ഇവിടെ എത്തിയത്. അതുപോലെ തന്നെ ഇപ്പം ഗ്രൂപ്പിൽ ഫസ്റ്റ് ക്വാളിഫൈ ചെയ്തതും അവരാ. അതെ, ഫസ്റ്റ് ക്വാളിഫൈ ചെയ്ത് അതും ഡോമിനേറ്റ് ചെയ്താണ് ക്വാളിഫൈ ചെയ്തത്. ഫസ്റ്റ് മാച്ച് 5-1 ജയിച്ചത്. അത് ആ കളി കാണുമ്പോ തന്നെ മനസ്സിലാവും ടീമിന്റെ മെന്റാലിറ്റിയും. ഒരു രക്ഷയില്ല, പിള്ളേരൊക്കെ പൊളിയാ. അതെ, ആ മുസിയാലോ പക്ഷെ ആദ്യം അവന് ഇംഗ്ലണ്ട് പ്ലെയർ ആയിരുന്നു. അവന് പിന്നെ നാഷണാലിറ്റി മാറിയതാണ്. അണ്ടർ 17 വേൾഡ് കപ്പിലൊക്കെ കളിച്ചിട്ടുണ്ട് ഇംഗ്ലണ്ടിന് വേണ്ടിട്ട്. ചെക്കൻ വയനിൽ വന്നിട്ട് ഇപ്പൊ വൻ കളി, ടോപ്പ് പ്ലെയർ. ടോപ്പ് പ്ലെയർ തന്നെ പറയാം. ഹാരിക്കെയിനാണ് ഇപ്പൊ ഹാരിക്കെയിനാണ്. പക്ഷെ യങ് പ്ലേയേഴ്സില് ടോപ്പ് 5 മുസിയാല ഷുവർ. പിന്നെ നമ്മൾ നോക്കേണ്ട ടീം സ്പെയിനാണ്. ഇങ്ങനെ യങ് പ്ലേയേഴ്സിനെ കൊണ്ടുവരുന്ന കാര്യത്തിൽ അറിയാലോ, ബാഴ്സലോണയെന്നും എപ്പോഴും ഞാൻ സ്പെയിനിന്റെ കളിയാണെന്ന് തുടങ്ങുന്ന മുതൽ സ്പെയിൻ എപ്പോഴും ഒരു എന്താ പറയാ ടെക്നിക്കൽ സൈഡൊക്കെ വൻ സ്ട്രോങ് ആയിരിക്കും സ്പെയിൻ എന്നും. ടാക്ടിക്സ് ആയിക്കോട്ടെ ഇതായിക്കോട്ടെ. പക്ഷെ സ്പെയിൻ എപ്പോഴും ഒരു സ്ട്രൈക്കറിന്റെ കുറവുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. സ്ട്രൈക്കറിന്റെ കുറവ് അത് ഈ ടോറസ് ഒക്കെ വിരമിച്ചതിന് ശേഷമാണെന്ന് തോന്നുന്നു. അതിനൊക്കെ 2014 അതുപോലത്തെ ഒരു ഫിനിഷർ ഒന്നും ഇപ്പൊ ഇല്ല. മൊറാട്ടൊക്കെ ആ ലെവലിലുണ്ടോ ഡൗട്ടാണ്. മൊറാട്ട എനിക്ക് ഭയങ്കര ഒരു ലക്കി പ്ലെയർ ആയിട്ട് തോന്നി. മൊറാട്ടന്റെ കരിയർ ഒന്ന് നോക്കിയേ. അതെ അതെ, റയൽ മാഡ്രിഡ്, യുവെന്റസ്, ചെൽസിയും യുവെന്റസും റയൽ മാഡ്രിഡ് ഒക്കെ ഇതിനെക്കാട്ടിയും സൂപ്പർ സ്റ്റാർ പ്ലേയേഴ്സിനെ ഉണ്ടാക്കിയിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. ഈ ഒരു ക്വാളിറ്റി പ്ലെയർ ഒന്നും എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല ക്ലബ്സിലൊക്കെ കളിക്കേണ്ട. പക്ഷെ ഇപ്പൊ സ്പെയിനിൽ വേറെ ആരും ഇല്ല ഫ്രണ്ട് പൊസിഷനിൽ കളിക്കാൻ ഒരാള്. പക്ഷെ അതാണ് ഇത്രയും എന്താ പറയാ സ്കൗട്ട് ചെയ്ത് പുതിയ പ്ലേയേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഫുൾ സിസ്റ്റം മാറി, ടീം മാറി, അവർക്കൊരു സ്ട്രൈക്കർ കൊണ്ടുവരാൻ പറ്റാത്തത്. പക്ഷെ അവരൊരു ലൈക്ക് ടോട്ടൽ ഒരു ഓവറോൾ ലൈക്ക് അറ്റാക്കിംഗ് ഗെയിം ആയതുകൊണ്ട് ആർക്കും വേണമെങ്കിൽ സ്കോർ ചെയ്യാം. ആ ഒരു സ്റ്റൈലാണ് സ്കോറിംഗ് മിഡ്ഫീൽഡേഴ്സ് ആണ്. എനിക്ക് അങ്ങനെ അവർക്കൊരു സ്ട്രൈക്കർ ഇല്ലെങ്കിലും അവർക്ക് കോമ്പറ്റീറ്റീവ് ആയിട്ട് നിൽക്കാൻ പറ്റും. ബട്ട് പ്രഷർ സിറ്റുവേഷൻ ഒക്കെ വരുമ്പോൾ കഴിഞ്ഞ വർഷത്തെ വേൾഡ് കപ്പ് നോക്കിയാൽ 75+ പൊസിഷൻ ഒക്കെ ഉണ്ടായ ടീമാണ്. 1000 പാസസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യുന്നു. അതും പാസിംഗ് ആക്യുറസിന്റെ കാര്യത്തിലാണ്, ലൈക്ക് ജസ്റ്റ് പാസോ കാര്യങ്ങളൊന്നും അല്ല. അതൊക്കെ എപ്പോഴും ഒരു ക്രിറ്റിസിസം ആയിട്ട് വരാറുണ്ട് സ്പെയിനിന്റെ. പക്ഷേ ലൈക്ക് വെൻ ഇറ്റ് കംസ് ടു റിസൾട്ട് പ്രശ്നമാണ് എപ്പോഴും. ലൈക്ക് അവര് ഒരു എല്ലാ കളിയും ശ്രദ്ധിച്ചാൽ 1-0 അങ്ങനെയൊക്കെ അവര് ഫൈനൽ റിസൾട്ട് തന്നെയാണ് ഇമ്പോർട്ടൻസ് അതാണ്. യെസ്, പക്ഷെ
കാണാനൊരു രസമാണ്. അതെ സിറ്റിന്റെ ഒക്കെ പോലത്തെ ഗെയിമാണ്. അതെ അതെ പെപ് ഗാർഡിയോളയുടെ ഗാർഡിയോളന്റെ ഒക്കെ ഒരു ഗെയിമില് ഭയങ്കര രസമല്ലേ കാണാൻ. പിന്നെ പറഞ്ഞ ടീം ഫ്രാൻസ് ആണ് എന്ന് തോന്നുന്നു ഇപ്പൊ. ഫ്രാൻസ് പഴയ ഫ്രാൻസ് അല്ല. അല്ലല്ലേ, ഒരു പ്ലേയേഴ്സ് ഉണ്ട്, പക്ഷെ ഒരു പഴയ അറ്റാക്കിങ്ങോ കാര്യങ്ങളൊന്നും വന്നില്ല. ഒരു ഭീകര ഇമ്പാക്ട് ഒന്നും ഇല്ല. കഴിഞ്ഞ വർഷമൊക്കെ കളി തുടങ്ങുമ്പോ നമുക്കറിയാം ഒരു സൈഡില് ഫ്രാൻസ് ഉണ്ട് ഫൈനൽ. അത്രയും സ്ട്രെങ്ത്തിലെ ടീമായിരുന്നു. അത്രയും കോർ ഡെപ്ത് ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ആയിക്കോട്ടെ, ലൈക് ബെഞ്ച് നോക്കിയാൽ ബെഞ്ച് വൈസ് കോമ്പറ്റീഷനാ. ബെഞ്ചിലേക്ക് വരാൻ ടോപ്പ് ലീഗ്സിൽ എല്ലാ പ്ലേയേഴ്സും കോമ്പറ്റീറ്റ് ചെയ്യാം. ഫസ്റ്റ് ലെവൽ ഇസ് വേറെ ലെവൽ ടീം. ഈ വർഷത്തെ റിസൾട്ട്സും ലൈക്ക് നേരിയ വിജയങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. ഫസ്റ്റ് മാച്ച് ഒക്കെ കണ്ടില്ലേ, ഓൺ ഗോളിലാണ് ജയിച്ചത്. അത് ഫ്രാൻസ് പോലത്തെ ടീമിനൊക്കെ അത് എനിക്കൊണ്ട് നാണക്കേടാന്ന് തോന്നുന്നു. സൂപ്പർ സ്റ്റാർസ് ഒക്കെ എംബാപ്പെ ഒക്കെ കളിച്ചിട്ടാണ് അല്ലെ, ടോപ്പ് ലെവലിലെ ആൾക്കാർ കളിച്ചിട്ടാണ് ഇങ്ങനെ. അതുപോലെ തന്നെ ഇംഗ്ലണ്ട് ഇതേ കാറ്റഗറിയിൽ വരണത്. ഇംഗ്ലണ്ടിനൊക്കെ ടീമൊക്കെ വെച്ചാ ഇംഗ്ലണ്ടൊക്കെ ടൈമായി മാനേജേഴ്സിനൊക്കെ ചേഞ്ച് ചെയ്യേണ്ട സ്വിച്ച് ചെയ്യേണ്ട ടൈമൊക്കെ പണ്ട് ഓൾറെഡി. ഇപ്പൊ എനിക്ക് സൗത്ത്ഗേറ്റിനൊക്കെ എത്രയാ ചാൻസ് കൊടുക്കുക. 2016 തൊട്ട് 2016 യൂറോയില് തന്നെ സൗത്ത് ഗേറ്റ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോഴും ടീമിനൊരു ചേഞ്ചും ഇല്ല, ഒരു ഇമ്പാക്റ്റും കൊണ്ടുവരാൻ പറ്റില്ല. ടോപ്പ് പ്ലേയേഴ്സ് നീ ഒന്നുമില്ല. 11 നെറ്റ്വർത്ത് വെറുതെ എടുത്തു എല്ലാ പ്ലേയേഴ്സിന്റെയും. ട്രാൻസ്ഫർ മാത്രമല്ല, ബെഞ്ചില് എടുത്തോ. വൻ ക്രിറ്റിസിസമാണ്. കാരണം ഇപ്പൊ ഫ്രാൻസ് ആയിക്കോട്ടെ ഏത് ടീമാണ്, എനിക്ക് തോന്നുന്നു എല്ലാ ക്ലബ്സിലും ടോപ്പ് പ്ലേയേഴ്സ് ഇംഗ്ലണ്ടില് പ്രീമിയർ ലീഗ് എല്ലാ ടോപ്പ് പ്ലേയേഴ്സും ടോപ്പ് 6 പ്ലേയേഴ്സ് തന്നെ ആയി. ലൈക് ഫസ്റ്റ് ലെവൽ അത്രയും എക്സ്പോഷർ ഒക്കെ കിട്ടിയ പ്ലേയേഴ്സ് അവിടെ വന്ന് പുള്ളിക്കാരനൊന്നും മാനേജ് ചെയ്യാൻ പറ്റാത്തത് പുള്ളിക്കാരൻ്റെ എനിക്ക് വലിയ മാനേജറായിട്ട് ഇതുവരെ തോന്നിയിട്ടില്ല. ഞാനിതൊരു ഒരു ഭയങ്കര വാവ് ഫാക്ടർ ഒന്നും പുള്ളീന്റെ സൈഡിൽ നിന്നോ അല്ലെ പുള്ളി കൊണ്ടുവരുന്ന ഡെസിഷൻ ആണെങ്കിലും എനിക്കിതുവരെ അങ്ങനെ ഒന്നും. പുള്ളിയുടെ ടാക്ടിക്സും ഒരു ഗോൾ അടിച്ച് കഴിഞ്ഞിട്ട് സേഫ് ആവുന്നതാണ് ആ പുള്ളിക്കാരനെ ഈ ഒരു ഗോൾ അടിക്കുന്നതന്നെ ആ സ്റ്റൈലിൽ ഭയങ്കര അറ്റാക്കിങ് പോയിട്ട് ഫസ്റ്റ് ലൈക് അറ്റാക്ക് ഗെയിം കളിച്ചിട്ട് അല്ലെ ബോൾ പ്ലേയിങ് ഗെയിം കളിക്കുന്ന ടീമൊന്നും അല്ല. അത്രയും ക്വാളിറ്റി അല്ല പ്ലേയേഴ്സ് ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല അല്ലേ. അതെ അതെ. പക്ഷേ പ്രശ്നം എന്ന് ഞാൻ പറയാം, ഇതില് ഒരു ഇയറിന്റെ ലൈക്ക് ഒരു ഹോൾ ഇയർ എടുത്താൽ തന്നെ എല്ലാവരും ക്ലബിലായില്ല. ഇപ്പം കുറെ ആൾക്കാരെ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ട് സിറ്റി ടീം റോബോട്ടിക് ആവുന്നുണ്ടോ ഇത്. സിറ്റിയിലെ പ്ലേയേഴ്സ് നിങ്ങൾ ക്ലബിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ കാണുന്നില്ലേ, എന്താ സംഭവിക്കുന്നത്? അവർക്ക് ആ സിസ്റ്റത്തിൽ അവർ കണ്ണും കൂട്ടി ഉറക്കത്തിൽ നിന്ന് എണീപ്പിച്ചു വിട്ടാലും ഇവന്മാർ ഇതേപോലെ കളിക്കും. ഇവന്മാർക്ക് ഒരു ചേഞ്ച് ഉണ്ടാവില്ല. സിറ്റിന്റെ ഗെയിം സിറ്റി കംബാക്ക് അടിച്ച ഗെയിംസ് എത്ര കുറവായിരിക്കും? നിങ്ങൾ ജസ്റ്റ് ഒന്ന് അസസ്. സിറ്റിന്റെ കംബാക്ക് അടിച്ച ഗെയിംസ് വളരെ കുറവായിരിക്കും. ഫോർ മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, ചെൽസി, ആർസനല് ഇങ്ങനത്തെ ടീംസൊക്കെ കംബാക്കിന്റെ ഈ അടുത്ത ഇയേഴ്സാണ് ഗാർഡിയോള ജോയിൻ ചെയ്തതിന് ശേഷമുള്ള ഫാക്ട്സ് നോക്ക് വളരെ കുറവാണ്. കാരണം എന്താ വെച്ചാല് ഓൾറെഡി ഫസ്റ്റിലെ അവർ ഡോമിനേറ്റിംഗ് ആണ്. അപ്പം ഇനീഷ്യലി ഗോൾ സ്കോർ ചെയ്യുന്ന ഗെയിംസിലെല്ലാം ഇവർ ജയിക്കും. ഇവരൊരു ലൈക്ക് ഓൾറെഡി ഒരു മൈൻഡ് സെറ്റിൽ ഒരു പേസിലാണ് ഹൈലൈൻ ഗെയിമാണ് കളിക്കുന്നത്. പൊസിഷനും കയ്യിലുണ്ട് ഓൾറെഡി. ഫസ്റ്റ് തന്നെ ഗോൾ പെപ്പിന്റെ ഇത് അറിയാലോ, പെപ്പ് കയ്യിൽ വെച്ച് കളിയൊന്നല്ല, പെപ്പിന് സ്കോർ ചെയ്യുന്നുണ്ട്. അതിന് ഒരു മോൺസ്റ്റർ ഉണ്ട് അവിടെ, ഡോമിനേറ്റ് ചെയ്യാൻ എപ്പോഴും ഉണ്ട് അവർക്ക് പ്ലേയേഴ്സും കാര്യങ്ങളും. ആ ഒരു ടൈം പ്രോബ്ലം എന്താന്ന് വെച്ചാൽ ഈ ഒരു സിസ്റ്റത്തിന് പുറത്തേക്ക് വരും. ഫോർ എക്സാമ്പിൾ ബെർണാഡോ സിൽവ, പുള്ളിക്കാരനെ അവിടെ അടിക്കുന്ന ഗോളൊക്കെ കണ്ട് ഇവിടെയൊക്കെ കളിക്കുന്ന കളികൾ നമുക്ക് ഫാൻസ് എന്ന നിലയിൽ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആവും. ഈ പുള്ളി ഇവിടെ വൻ കളിയായിരുന്നല്ല, കഴിഞ്ഞ കളി ഗോൾ അടിച്ചുട്ടാ, ഇപ്പൊ സെറ്റായി വരുന്നുണ്ട്. ഞാൻ പറയാം, എനിക്ക് അവിടുത്തെ അതുപോലെ ബ്രൂണോ ഫെർണാണ്ടസ് കളിക്കുന്നുണ്ട്, ബോൾ കിട്ടിയ പുള്ളി ബോളും പക്ഷെ ക്ലൂലെസ്സാ. ഇങ്ങനത്തെ കളിയൊന്നും എനിക്ക് ഭയങ്കര ക്ലൂലെസ് ആയിട്ടാ തോന്നിയത്. ബ്രൂണോ നേരെ തിരിച്ചാണ്, യുണൈറ്റഡിലാണ് കളി. അതെ അതെ, അതാണ് ഞാൻ പറഞ്ഞത്. നമ്മള് തന്നെയാണെങ്കിലും
ഒരു സ്റ്റാറ്റ്സ് എപ്പോഴും കീപ്പ് ചെയ്യും, ലൈക്ക് ഗോളോ അസിസ്റ്റോ കോൺട്രിബ്യൂഷൻ എന്തായാലും കോൺട്രിബ്യൂഷൻ പുള്ളിക്കാരന്റെ കയ്യുന്നുണ്ട്. പക്ഷെ ഒരു ഇപ്പൊ ഫോർ യുണൈറ്റഡിന്റെ ഗെയിമില് ബ്രൂണോ ഇല്ലാത്ത കളി ഈസ് ലൈക്ക് പൊട്ടി. ആ കളി എന്തായാലും ആ ഗെയിം കാണുമ്പോ തന്നെ മനസ്സിലാവും. ലൈക്ക് മിഡ്ന്ന് ഒരു പാസ് പോലും വരില്ല. പുള്ളി ഉണ്ടാകുമ്പോ ഒരു 3-4 ലൈക്ക് 100% ആയിട്ടുള്ള 3-4 ക്രിയേറ്റീവ് പാസ് വരും എന്തായാലും. നോട്ടീസ് ചെയ്തിട്ടുണ്ടോ കിരൺ ഈ കാര്യം? ഈ ക്ലബ് ലെവൽ മാച്ചസിന് ഇന്റർനാഷണൽ ലെവലിലേക്ക് വരുമ്പം പ്ലേയേഴ്സിന്റെ മെന്റാലിറ്റിയും പ്ലേയേഴ്സിന്റെ ഗെയിം അതായത് എല്ലാ പ്ലേയേഴ്സും ഓരോ സ്ട്രക്ചറിലും ഓരോ സിസ്റ്റത്തിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ സിറ്റിയിലെ കാര്യം തന്നെ എടുത്തോ. സിറ്റിയിൽ കളിക്കുന്ന പ്ലേയേഴ്സിന്റെ ഒക്കെ അവരൊരു ഗെയിം സ്റ്റൈലുണ്ട്. ഞാൻ പറഞ്ഞില്ല, അവർ രാത്രിക്ക് ഒരു 12 മണിക്ക് ഉറക്കത്തിൽ നിന്ന് വിളിച്ചിട്ട് വാ കളിക്കാന്ന് പറഞ്ഞാലും അവർ ഈ സിസ്റ്റവും ഈ സ്റ്റൈലും ഒക്കെ അത് റോബോട്ടിക് ആയിട്ട് കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടു. സിറ്റിയുടെ ടീം റോബോട്ടിക് ആവുന്നുണ്ടോ ആ രീതിയിലുള്ള ടോക്സ്. ഭയങ്കര ടഫായിട്ടുള്ള ട്രെയിനിങ്ങുമാണ്, ഡിസിപ്ലിനും വെരി വെൽ ഡിസിപ്ലിൻ ആയിട്ട്. നമുക്ക് നെഗറ്റീവ് ആയിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ അപ്പൊ ടീമിൽ നിന്ന് പുറത്താക്കും പെപ് ഗാർഡിയോള. പുള്ളി മാൻ ഓഫ് വേർഡ്സാ. എത്രയോ ഇതുണ്ട്, നമ്മള് ജോ കാൻസെലോ, സാനെ, ഇവരെല്ലാരും ചെറിയൊരു പ്രശ്നമുണ്ട് ആയി കഴിഞ്ഞപ്പോ പുള്ളി അപ്പൊ തന്നെ ക്യാൻസൽ ചെയ്ത് പറഞ്ഞിട്ട്. അതെ അല്ല ഞാൻ അതാ പറഞ്ഞത്. അപ്പോ ഈ ഒരു കേസില് ഇവര് ഇന്റർനാഷണലിലേക്ക് വരുമ്പോ നമ്മൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്ത് ഈ ഒരു സിസ്റ്റത്തിലല്ലേ. വേറെ കോച്ചായിരിക്കും, അതും പല ഡയറക്ഷൻസ് വന്ന പ്ലേയേഴ്സാ, പല ക്ലബ്സിൽ വന്ന ഈ പ്ലേയേഴ്സ് ഒക്കെ ഒത്തുകൂടി ഇവരെ കൊണ്ട് ഒരു ചാമ്പ്യൻഷിപ്പിന് സ്ട്രെയിറ്റ് അവേ പോവാന്ന് വെച്ചാല് ഇയർ ലോങ് ഇന്റർനാഷണൽ ഫ്രണ്ട്ലീസ് വരുമ്പോ ബ്രേക്ക് എടുത്തിട്ട് ഡയറക്റ്റ് ഗെയിമിനല്ലേ പോകുന്നത്. അവിടെയാണ് പ്രൊഫഷണലിസം വർക്ക് ചെയ്യേണ്ടത്. അതെ അതെ, അതാണ് മെയിൻ പോയിന്റ്. യെസ്. അല്ല ആ ഒരു എനിക്ക് തോന്നുന്നു ഈ ഇന്റർനാഷണൽ മാനേജേഴ്സ് അവരെ ലൈക്ക് റോളാണ് ബിറ്റ് ചാലഞ്ചിങ് അല്ലേ. ഭയങ്കര ചാലഞ്ചിങ്. ക്ലബ് ഫുട്ബോൾ കഴിഞ്ഞിട്ട് ഇവര് ട്രെയിനിങ്ങിലേക്ക് കൊണ്ടുവരണം, നെക്സ്റ്റ് ഗെയിമിലേക്കാ വന്നത്, ഇന്റർനാഷണൽ ഫ്രണ്ട്ലിക്കാ വന്നത്. അതിന്റെ മുന്നേ എത്ര ടൈം കിട്ടുന്നൊന്നും ടൈം ഒന്നും ഉണ്ടാവില്ല. സൺഡേ കഴിഞ്ഞു പ്രീമിയർ ലീഗ്, ഒരു ട്യൂസ്ഡേ തേഴ്സ്ഡേ അടുത്ത ഗെയിം ആയി. 2-3 വീക്സ് ഒക്കെ ഉണ്ടാവാറുള്ളൂ ഇന്റർനാഷണൽ ബ്രേക്ക് മൊത്തത്തിൽ നോക്കുമ്പോ അല്ലേ. അല്ല, ഒരു ഇന്റർനാഷണൽ ബ്രേക്ക് വരുമ്പോ ഒരു 2 വീക്സ് ഒക്കെ ഉണ്ടാവും. രണ്ട് ഗെയിമേ ഉണ്ടാവുള്ളൂ പെർ ടീമിന്. മൊത്തം സ്ട്രെച്ച് 2 വീക്സ് ഉണ്ടെങ്കിലും ടീമിനാകെ ലൈക് 2 ഗെയിംസ് ഉണ്ട്. അതിനും ഒരു ട്രെയിനിങ് ടൈമോ കാര്യങ്ങളോ ഒന്നും കിട്ടുന്നില്ല. അതും ഒരു കോമ്പറ്റീറ്റീവ് ടീമിനെ കിട്ടണം നിർബന്ധമില്ല. അത് ശരിയാണ്. ഗ്രൂപ്പ് സ്റ്റേജ് ഒക്കെ റൊണാൾഡോ ഒക്കെ ഓടി നടന്ന് ഗോൾ അടിച്ചിട്ട്. എല്ലാ ടീംസും ഒരു 50 to 80 റാങ്കിലൊക്കെ വരുന്ന ടീംസ് ഒക്കെയാണ് കൂടുതലും ഗ്രൂപ്പ് സ്റ്റേജിലൊക്കെ ഉണ്ടായത്. എല്ലാ ടീംസിനും അതെ, ഈ ഇംഗ്ലണ്ടിലെ യൂറോപ്പിലെ എല്ലാ ടീംസും കോമ്പീറ്റ് ചെയ്യുന്നത് 30-80 ആ റേഞ്ചിലെ റാങ്കിലെ ഫുട്ബോൾ ടീംസിന്റെ കൂടെയാണ്. അപ്പോൾ ഒബ്വിയസ്ലി കുറച്ച് മാച്ചസ് ഈസി ആയിരിക്കും. അവരൊരു ലെവൽ ഈ ടോപ്പ് ലെവലിലേക്ക് എത്തുന്ന പ്ലേയേഴ്സിന് കളിക്കുന്ന ടീമിനെ ഇന്റർനാഷണൽ ക്ലബ് ലെവലിലൊക്കെ അത് വേഗം സ്വിച്ച് ചെയ്യാൻ പറ്റും. ഒരു ജസ്റ്റ് 1 മാച്ച് ഒക്കെ ചിലപ്പോ അത് ദാറ്റ് ഈസ് പേഴ്സണൽ എക്സ്പീരിയൻസ്. ഞാൻ അതാ പറഞ്ഞ മാനേജേഴ്സിന് അതൊരു വലിയ ഹഡിലാണ്. അതുകൊണ്ടായിരിക്കും നമ്മൾ ഈസി ആയിട്ട് പറയുന്നില്ല ഇവരെ ഗെയിം. ഇല്ല, മാനേജേഴ്സിന്റെ പണി എപ്പോഴും ടഫാണ്. നമുക്ക് എത്ര പോയാലും ജഡ്ജ് ചെയ്യാൻ പറ്റൂല. പക്ഷെ കുറെ വർഷങ്ങളായിട്ട് നിൽക്കുമ്പോ ഗെയിം സ്റ്റൈലൊക്കെ അത് ഇംഗ്ലണ്ടിന്റെ കേസ്, സൗത്ത് ഗേറ്റിന്റെ കേസ് പ്യുവർ എക്സാമ്പിൾ ആണ്. പുള്ളിക്കാരൻ ഒരു മാറ്റവും വരുത്തില്ല. പക്ഷെ പുള്ളിക്കാരന് റിസൾട്ട് ഉണ്ടോ വെച്ചാൽ 2 ഫൈനൽസ് അതുകൊണ്ട്. പക്ഷെ അതും ഒരു ഡോമിനേറ്റ് ചെയ്തിട്ടുള്ളൊരു ആ ഫൈനൽ എത്തിയതുകൊണ്ട് മാത്രമായിരിക്കും ഇയാളുടെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്ത് തന്നെ ആയിരിക്കും. എനിക്ക് തോന്നുന്നു എല്ലാ ഇംഗ്ലണ്ട് ഫാൻസും ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആണ്. പുള്ളിക്കാരൻ ഒരു ഫാൻ ബേസോ കാര്യങ്ങളൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പുള്ളി 2016 വന്നപ്പോ ഓക്കെ ഇഷ്യായിരുന്നു. അത് കഴിഞ്ഞിട്ട് 2018 എത്തിയപ്പോ ടോപ്പായിരുന്നു ആ ടീം. ആ ടീം വേൾഡ് കപ്പ് അടിക്കേണ്ട ടീമായിരുന്നു. ഈ പുള്ളിക്കാരന്റെ ടാക്ടിക്സ് കൊണ്ടാണോ എന്ന് പറഞ്ഞത് ഒരുപാട് ഡിസിഷൻസ് ഒക്കെ ഉണ്ട്. 1-0 ലീഡ് ചെയ്ത് നിന്ന കളി അവസാനം 1-1 ഡ്രോ ആവും. അത് കഴിഞ്ഞിട്ട് എക്സ്ട്രാ ടൈമിൽ പോയിട്ട് പിന്നെയും കൺസീഡ് ചെയ്തിട്ടാണ് തോക്കണത് ക്രൊയേഷ്യ ആയിട്ട് സെമി ഫൈനലിൽ.
അപ്പൊ അത് തന്നെയാണ് ഫൈനലിലും എനിക്ക് തോന്നുന്നു റിപ്പീറ്റേഷനായി വന്നത്. അതായത് ഫസ്റ്റ് ഗോൾ അടിക്കും, എന്നിട്ട് ജസ്റ്റ് ഡിഫെൻസീവ് കളിച്ചിട്ട് പിന്നെ ഇറ്റലി തിരിച്ച് ഗോൾ അടിച്ചു. ഞാൻ എപ്പോഴും ഫുട്ബോളിൽ കാണുന്ന ഒരു നെഗറ്റീവ് ഫാക്ടർ എന്നും പറയാം, അത് പ്ലേയേഴ്സിന്റെ മെന്റാലിറ്റിയിലാണെങ്കിലും ഈ നമ്മളൊരു ഗോൾ സ്കോർ ചെയ്തിട്ട് വി ഹാവ് ടു കീപ്പ് അപ്പ് ദാറ്റ് സെയിം പേസ്. ആ ഗെയിം അതേ രീതി കണ്ടിന്യൂ ചെയ്യുന്നതാണ് നല്ലത്. ഒന്ന് സെറ്റ് ബാക്ക് ചെയ്ത് ഹോൾഡ് ചെയ്ത് കുറച്ച് പ്രഷർ കൂടുതൽ വാങ്ങുന്ന ഒരു ഇൻവൈറ്റ് ചെയ്യുന്ന രീതിയാണ്. നല്ല ടീമൊക്കെ ആണെന്ന് അടിച്ച് ഗോള് പെട്ടെന്ന് സ്കോർ ചെയ്ത് പോകും. ഇപ്പോഴത്തെ ഗെയിമില് 2-0 ഒന്നും വലിയ ലീഡൊന്നും തോന്നല. ലൈക് 2-0 ഇപ്പൊ ഒരു ടീം ലീഡ് നിൽക്കണ്, ഒരു 1 ഗോൾ കൺസിഡർ ചെയ്ത പ്രഷർ മൗണ്ട് ചെയ്യും. അത് ഗോൾ അടിച്ച ടീമിന് പിന്നെയും എക്സൈറ്റഡ് ആവും. പിന്നെ അവർ പിന്നെയും പ്രസ് ചെയ്തിട്ട് ചിലപ്പോ മാച്ചിന്റെ റിസൾട്ട് തന്നെ മാറ്റിയേക്കാം. അതാ പ്രശ്നം ഇപ്പൊ ഇംഗ്ലണ്ട് ടീമിനുണ്ട്. ടീമുകൾ ഇനി എന്ന് പറയാനായിട്ട് ബെൽജിയം ഉണ്ട്, ഗോൾഡൻ ജനറേഷൻ ഓൾറെഡി തീരാറായി. ഗോൾഡൻ ജനറേഷൻ ഒന്നും നേടാൻ പറ്റിയില്ല. ഓക്കെ, ആകെ വന്നത് ഒരു 3rd പ്ലേസ് ഫിനിഷ് ആണെന്ന് തോന്നുന്നു വേൾഡ് കപ്പിൽ. അത് മാത്രമേ ഉള്ളൂ എന്നാണ് തോന്നുന്നത്, ഒരു അച്ചീവ്മെന്റ്. 2018 ഇംഗ്ലണ്ടിനെ തോപ്പിച്ച് ലൂസേഴ്സ് ഫൈനലിൽ. അപ്പൊ ആ ടീം ഫസ്റ്റ് മാച്ച് തന്നെ സ്ലോവാക്യ പോലത്തെ ഒരു ടീമായിട്ട് 1-0 തോറ്റു. എന്ത് തോന്നുന്നു? ഒന്നും തോന്നുന്നില്ല. ആ ലുക്കാക്കുനെ ഒഴിവാക്കിയാൽ തന്നെ ആ കളിയിൽ ലുക്കാക്കുന് ഓൾറെഡി ഒരു 3-4 ഈസി ഓപ്പൺ ഗോൾ ചാൻസ് കിട്ടിയിട്ടുണ്ട്. പുള്ളിക്കാരന്റെ ഫസ്റ്റ് ടച്ച് ഒക്കെയാണ്. പുള്ളിക്കാരൻ എങ്ങനെയാ ഒരു പുള്ളിക്കാരൻ്റെ ഒരു വീഡിയോ വന്നിട്ടുണ്ട്, ട്രെയിനിങ് വീഡിയോ. അതിലെന്നെ പുള്ളിക്കാരന്റെ ഫസ്റ്റ് ടച്ച് ഒക്കെ പ്രശ്നം. മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ ഉണ്ടാകുന്ന മുതല് പുള്ളി ഗോളൊക്കെ അടിക്കും. ഒരു സീസൺ 10-15-20 ഗോളൊക്കെ അടിക്കുന്ന ഒരു സ്റ്റാറ്റ് ഉണ്ടാവും, പക്ഷെ സ്റ്റാറ്റ് ഒക്കെ ഉണ്ട്. മിസ് ചെയ്ത ചാൻസസ് ആരും കണ്ടിട്ടില്ല. പുറത്തുനിന്നൊക്കെ ഡെയിലി മാച്ച് ആണെന്ന് നമുക്ക് മനസ്സിലാവുമല്ലോ പുള്ളിക്കാരന്റെ കാര്യങ്ങൾ. പുള്ളിക്കാരൻ ഒരു ഫിനിഷിങ് രീതിയിലൊക്കെ അടിപൊളിയാ, പക്ഷെ ഫസ്റ്റ് ടച്ച് എടുത്തിട്ട് ഒരു കൺട്രോൾ ഇല്ലാത്ത പോലത്തെ ഒരു മൂവ്മെന്റ് ആണ് എപ്പോഴും ശ്രദ്ധിച്ചത്. ബോക്സിന്റെ അകത്ത് എത്തുക കഴിഞ്ഞ UEFA ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ തന്നെ എടുത്ത് നോക്കിയാണ്. പുള്ളിക്കാരൻ സ്വന്തം ടീമിന്റെ ഷോട്ടൊക്കെ ബ്ലോക്ക് ആയിട്ടുണ്ട്. അത് കേറേണ്ട ഗോള്, അങ്ങനത്തെ കുറെ ഗോളിട്ടുണ്ട്. പുള്ളിക്കാരൻ ഭാഗ്യമില്ലാത്ത ഒരു മനുഷ്യനാണ്, വെറുതെ ട്രോള് വാങ്ങിച്ചു വിട്ടുന്ന മാച്ചസ് വരുമ്പോ എന്തെങ്കിലും ഗോൾ അടിക്കൂല, അല്ലെങ്കിൽ അതൊക്കെ ഗോൾ അടിക്കണത് തടയും വിഷമാവും. അതായത് വെരി ഫോക്കസ് ആയി പുള്ളിക്കാരൻ സ്ട്രൈക്കിംഗ് പൊസിഷനിൽ കളിക്കണ്ടാവും. വേറെ ആരെങ്കിലും അടിച്ച ഗോളൊക്കെ പുള്ളിക്കാരൻ പോയി ഡിഫെൻഡ് ഒക്കെ ചെയ്യുന്നത് ടീമിന്റെ ഒരു മൊറയിലൊക്കെ മൊത്തത്തില് മാറുമല്ലോ, സെൻട്രിക് ആവുമല്ലോ. പീക്ക് ലെവല് ലാസ്റ്റ് വേൾഡ് കപ്പിൽ 2022 നമുക്ക് ലുക്കാക്കു കാരണമാണ് ആ കളി തോറ്റെന്ന് എല്ലാരും പറയണത്. ലാസ്റ്റ് ഗ്രൂപ്പ് സ്റ്റേജിലെ ലാസ്റ്റ് മാച്ച് ഇവന് 3 ഗോൾഡൻ ചാൻസസ് കിട്ടി, അത് 3ഉം വേസ്റ്റ് ആക്കി. കളി കഴിഞ്ഞിട്ട് നേരെ ഡഗ് ഔട്ട് വന്നിട്ട് ഡഗ് ഔട്ട് ഇടിച്ച് പൊളിച്ച്, ഗ്ലാസ് ആയിരുന്നത്, അത് ഇടിച്ചു പൊളിച്ചിട്ടാണ് അകത്തേക്ക് പോയത്. അങ്ങനത്തെ ഒരു പ്ലെയറാണ്. ഇപ്പോഴും ആ ഒരു ഭാഗ്യമില്ലായ്മ തുടരുന്നു. മാത്രമാണോന്ന് എനിക്കറിയില്ലേ, പക്ഷെ എനിക്ക് തോന്നിയിട്ടുണ്ട് പുള്ളിക്കാരൻ കുറെ രീതിയിൽ അൺലക്കി ആണെന്ന്. പുള്ളിക്കാരൻ അറിയാതെ ഒക്കെ പുള്ളിക്കാരൻ കുറെ ഗോളൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ക്വാളിഫയേഴ്സ് ഒക്കെ എടുത്ത് നോക്കിയാൽ മിക്ക കളിയും സ്കോർ ചെയ്തിട്ടുണ്ട്. ബെൽജിയമിന്റെ ടോപ്പ് സ്കോറാണ് പുള്ളിക്കാരന്റെ. 24 ഇയേഴ്സിലൊക്കെ ഒരു സ്റ്റാറ്റ് ഒക്കെ ഉണ്ട്, 23-24 ഒക്കെയാണ് പുള്ളിക്കാരൻ. 23-24 ഇയേഴ്സിലൊക്കെ ഓരോ കലണ്ടർ ഇയറില് ഇന്റർനാഷണൽ ഗോൾസാണ് തോന്നുന്നത്. മെസ്സി റൊണാൾഡോനെ കാട്ടിയെല്ലാം കൂടുതൽ ഗോൾസ് അടിച്ചിട്ടുണ്ട് ആ ഏജിലെ. പുള്ളിയുടെ ഏജ് ഗ്രൂപ്പില്, അതായത് ഇപ്പം 19 ഇയേഴ്സിൽ പുള്ളി ഇവരെ കാട്ടിയും ഗോൾ അടിച്ചിട്ടുണ്ട്, 20 ഇവരെ കാട്ടിയും ഗോൾ അടിച്ചിട്ടുണ്ട്. അതുപോലെ 23-24 വരെ ആ ഇയർ വൈസ് നോക്കുമ്പോൾ പുള്ളിക്കാരനെ ഇവരെ കാട്ടിയും ഗോളൊക്കെ അടിച്ചിട്ടുണ്ട്. പുള്ളിക്കാരൻ ആ ലെവലിലേക്ക് എത്തുന്ന പറഞ്ഞ പ്ലെയറാ. ശരിക്കും ടോപ്പ് ലെവലിൽ കളിക്കണമുണ്ട്, നല്ല കളിയുണ്ട്.
പക്ഷെ ഈ ഫിനിഷിംഗ് ഗെയിമിലൊക്കെ വരും, ഗെയിമിലൊക്കെ നല്ല ഇൻവോൾവ് ആയി കളിക്കുന്ന സ്ട്രൈക്കർ. അതുണ്ട്, ഇറങ്ങി വന്നിട്ട് ഇറങ്ങി വന്ന് ബോൾ ക്യാരിങ് ഒക്കെ വെറും ലൈക് വെരി ഫിസിക്കും ഉണ്ട്. ഫിസിക്കൽ ഫിസിക്ക് ഉള്ളതുകൊണ്ട് തന്നെ കൂടുതലും 1-on-1 ഒക്കെ. യുണൈറ്റഡിലൊക്കെ വന്ന് നല്ല ഊക്ക് കിട്ടിയ മനുഷ്യനാ പാവം. യുണൈറ്റഡില് പറഞ്ഞേക്ക് മുന്നേ എവിടെയായിരുന്നു? എവർട്ടൺ ആയിരുന്നു. അത്യാവശ്യം എവർട്ടണില് പുള്ളി പീക്കിലായിരുന്നു. അവിടുന്നാണ് യുണൈറ്റഡിൽ വന്നു, അവിടുന്ന് ചെൽസി പോയി. അതെ, ചെൽസിയിൽ ലോണല്ലേ, ഇന്റർ മിലാനിലോട്ട് പോയി. ഇന്റർ മിലാനിലും നല്ല കളി കളിച്ചു. അവര് ആ സീസണിൽ കപ്പ് അടിച്ചല്ലോ, ലീഗ് ടൈറ്റിൽ. ഒരു പെർഫോമർ ആണ്. പക്ഷെ ഒരു ലൈക് ടെക്നിക്കലി നോക്കുമ്പം നല്ല ഒരു എന്താ പറയാ, ഒരു സ്ട്രൈക്കറിനൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പുള്ളിയുടെ ഫസ്റ്റ് ടച്ചും കാര്യങ്ങൾ എനിക്ക് തോന്നുന്നില്ല ആരും പുള്ളീനെ അത്ര സപ്പോർട്ട് ഒന്നും ചെയ്തിട്ടുണ്ട്. കാരണം എപ്പോഴും പുള്ളിക്ക് ഇങ്ങനെ പുള്ളി എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കും. ആൾക്കാര് എന്തോ നെഗറ്റീവ് ആണ് ഫുള്ള് സോഷ്യൽ മീഡിയയിലും എല്ലായിടത്തും. അതെ അതെ, ചിലപ്പോ അതുകൊണ്ടൊക്കെ ആയിരിക്കാം. പുള്ളിക്കാരന് നല്ല പ്രഷർ ഉണ്ട് കേട്ടോ. യുണൈറ്റഡിലൊക്കെ കളിക്കുമ്പോൾ കളിക്കുന്ന ലൈക്ക് ഒരു സീസൺ കഴിഞ്ഞ് അവന്റെ കുറെ ഫോട്ടോസ് ഒക്കെ വന്ന് തടിച്ചു ഇതൊക്കെ പറഞ്ഞ ഒരുപാട് പുള്ളിനെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ എനിക്ക് ഫേക്ക് ആയിട്ടൊക്കെയാ തോന്നിയത്. അതൊക്കെ മീഡിയാസിന് ന്യൂസ് വേണമല്ലോ. ട്രാൻസ്ഫറിന് മുന്നേ ആണ്, ട്രാൻസ്ഫർ സീസണൊക്കെ നടക്കുന്നില്ല, ആരും നോക്കുന്നില്ല, പുള്ളി തടിച്ചു എന്നൊക്കെ പറഞ്ഞ് ന്യൂസ് ഇറക്കാലോ. പുള്ളി അവരൊക്കെ പ്രൊഫഷണൽ പ്ലേയേഴ്സ് ഒന്നും ഫിറ്റ്നസ് ഒന്നും നമ്മളൊന്നും ഇവിടെ നിന്ന് ജഡ്ജ് ചെയ്യേണ്ട ഒരു അവകാശം. അവരൊക്കെ ആ ലെവലിൽ എത്തിയത് അതൊക്കെ നമ്മളിപ്പോ പ്ലേയേഴ്സിനൊക്കെ ഇത് പറയുന്നത് അവര് പ്രൊഫഷണൽ പ്ലേയേഴ്സാണ്, അവരുടെ ജോലിയാണത്. അപ്പം അവരുടെ ബോഡിയാണ് അവരെ ആയുധം. സോ ഒബ്വിയസ്ലി അവരെ ഹെൽത്തും അവരെ ഫിറ്റ്നസ് ലെവലൊക്കെ അവർ ആ ലെവലിലായിരിക്കും അവരുടെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ. പിന്നെ അവരൊക്കെ വർക്ക് ചെയ്യുന്ന ഏത് ക്ലബ്സിൻ്റെ കൂടെയാണ്? വേൾഡ്സ് ബെസ്റ്റ് ക്ലബ്സിൻ്റെ കൂടെയാണ്. അവിടെ ആ സിസ്റ്റവും കാര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ടാവും. അതും ഡിഫറെന്റ് കോച്ചസിന്റെ ഒപ്പം വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസും അതൊന്നും നമ്മളും ഡിനൈ ചെയ്യുന്നില്ല. പക്ഷെ ഒരു അൺലക്കി പോലെ പിന്നെ വെരി ഫാൻസ് എന്ന രീതിയിൽ നമ്മളെ പ്ലെയർ മിസ് ചെയ്യുമ്പോൾ ഭയങ്കര ഫ്രസ്ട്രേഷൻ വരും. അതൊക്കെ ലൈക്ക് നോർമലാണ്. ഇപ്പൊ റൊണാൾഡോന്റെ ഗെയിമിന്റെ ചില ഗെയിമൊക്കെ നമുക്ക് ഇയാളെന്താ കളിക്കുന്നേ തോന്നിപ്പോലെ. എല്ലാ പ്ലേയേഴ്സിനും ഉണ്ടാവും, എല്ലാ ഫാൻസിനും ഉണ്ടാവും ആ ഒരു ഇത്. ഇപ്പൊ നമ്മൾ ഇഷ്ടപ്പെടുന്ന, അതുകൊണ്ടാണല്ലോ നമ്മൾ ഇഷ്ടപ്പെടുന്നത്. നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നമ്മൾ വിചാരിക്കുന്ന പോലെ പെർഫോം ചെയ്യണം. അതിപ്പോ 1-2 ഗോളൊക്കെ അടിച്ചു കഴിഞ്ഞാൽ അത് മാറും. ലാസ്റ്റ് മാച്ചിൽ അസിസ്റ്റ് ചെയ്തു, അപ്പൊ ഇപ്പൊ അധികാരം അങ്ങനെ കളിയാക്കള്ള. ഇപ്പൊ ലാസ്റ്റ് മാച്ച് പുള്ളിക്ക് നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുണ്ടായിരുന്നു, പക്ഷെ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടല്ലോ. അതാണ് ഗെയിമിൽ ഇൻവോൾവ് ആയ ഒരു പ്ലെയറാ പുള്ളിപ്പം. ഗോൾ സ്കോറിങ് അല്ലെങ്കിൽ പുള്ളിയുടെ സൈഡിൽ നിന്ന് കുറച്ച് കോൺട്രിബ്യൂഷൻസ് ഗെയിമിൽ എന്തായാലും വരും. ഒരു എന്താ പറയാ, ടീം അറ്റാക്കിംഗ് സൈഡിലൊരു ഫിഗർ തന്നെയാണ് എന്തായാലും. അവിടെ ഉണ്ട്, ആളവിടെ ഉണ്ട്, ഇട്ട് കൊടുത്ത ചാൻസ് ഉണ്ട്. പക്ഷെ മിക്കപ്പോഴും പണി കിട്ടാറുണ്ട്. ഡിബ്രൂയിനെ പെർഫോമൻസ് എങ്ങനെയല്ലേ? ഡിബ്രൂയിനെ അറിയാലോ, ടോപ്പ് പ്ലെയർ ആണ്. ഡിബ്രൂയിനെയും ഇല്ലെങ്കിൽ ഈ ടീമില്ല. സത്യം. വേറെ ആരാ മിഡ്ഫീൽഡിൽ കളിക്കാനുള്ള അത്ര ഇല്ല തോന്നല്ലേ? സബിലാണെങ്കിൽ ലൈക്ക് യങ് പ്ലേയേഴ്സ് ലെവലിലൊന്നും വന്നില്ല. പക്ഷെ ഇപ്പോഴും ഒരു 33 ഇയേഴ്സില് ടോപ്പ് ലെവലിൽ കളിക്കുക പറഞ്ഞാൽ അത് എളുപ്പമുള്ള കാര്യമല്ല. ആ ഗോൾഡൻ ജനറേഷനിൽ പുള്ളിയെ ബാക്കിയല്ലോ ഒന്നല്ലേ? ലുക്കാക്കുണ്ട്. പിന്നെ നമ്മൾ പറയേണ്ടത് ലെഫ്റ്റ് വിങ് കളിക്കണ ഡോക്കു ഒരു അസാധ്യ വിങ്ങാണ്. സിറ്റിയിൽ വന്നപ്പോ ഇത് ഏത് പയ്യനാണ് നമുക്ക് അറിഞ്ഞൂടാ. പുള്ളിക്കാരൻ ഇത് എവിടുന്നായി പിക്ക് ചെയ്തോണ്ട് അല്ലേ? അത് സ്കൗട്ടിങ്ങിന്റെ മികവാണ്. ഇപ്പൊ ടോപ്പ് പ്ലെയർ ആണ്. പിന്നെ ആ ലെഫ്റ്റ് വിങ്ങില് ഇതില് സ്പീഡിൽ കളിക്കണ വേറെ ആരില്ല, എംബാപ്പെ ഒഴിച്ച്. നമ്മളെ FA കപ്പ് ഫൈനൽ പുള്ളി സബ് ഇറങ്ങി വന്നതിന് ശേഷം നെഞ്ചടിച്ചത് പുള്ളിയാണ് ഗോൾ അടിച്ചത്. അത് അത്രയും ഇമ്പാക്ട് ഉള്ള പ്ലെയർ ആണ്. പ്ലേയേഴ്സ് ബോക്സിലായിരുന്നു യുണൈറ്റഡിന്റെ. അവിടെ നിന്നാണ് ഈ പുള്ളി ഗോൾ അടിച്ചത്. അതോടെ നമുക്ക്
ആസ് എ യുണൈറ്റഡ് ഫാൻ നമുക്കറിയാം നമ്മുടെ ടീമിന്റെ എന്താ പറയാ ഒരു ക്വാളിറ്റി പ്ലെയർ 21 വയസ്സിൽ ചെറിയ വെരി ഗുഡ് പ്ലെയർ, വെരി ഗുഡ് ഡീസന്റ് പ്ലെയർ. ലെഫ്റ്റ് വിങ്ങിൽ കളിക്കുക എന്ന് പറയുന്നത് നല്ല പൊട്ടൻഷ്യൽ ഉണ്ട്, നല്ല ഫ്യൂച്ചറും ഉള്ള പ്ലെയറാണ്. കുറെ ആൾക്കാർ നമ്മൾ ഇതുപോലെ കണ്ടിട്ടുണ്ട്. അതെ, ഇതൊക്കെ ഓൾറെഡി പ്രൂവൺ ആണ്. ചാമ്പ്യൻസ് ലീഗിലും റയൽ മാഡ്രിഡ് ആയിട്ടുള്ള കളിയില് നന്നായി കളിച്ചു. ലോക്ക് വന്നേ പിന്നെയാണ് ഒരു ഗോള് കൺസീഡ് ചെയ്യണത് തന്നെ. ആ സൈഡില് അത്രയും ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 3-4 ഫൈനൽ തേർഡിലായിട്ടുള്ള പാസസ് ഇട്ടുണ്ട്. അതുവരെ ഉണ്ടായിരുന്നില്ല. ഗ്രീലിഷ് കളിക്കുന്ന ടൈമില് ഒരു പാസോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പം വന്നിട്ട് ഗ്രീലിഷിനെക്കാട്ടൊക്കെ ഫാർ ആ പൊസിഷൻ കളിക്കാൻ യോഗ്യനായ വ്യക്തിയാണ്. അതെ അതെ. അപ്പൊ ഇവര് 3 പേരാണ് ഈ ബെൽജിയൻ ടീമില് ടോപ്പ് ലെവലിൽ കളിക്കുന്ന പ്ലേയേഴ്സ്. ബാക്കി ഗോൾഡൻ ജനറേഷനിൽ ഉണ്ടായവരൊക്കെ ഉണ്ട്. ഗോൾഡൻ ജനറേഷൻ ആണെന്ന് പറയാൻ സാധിക്കില്ല, പക്ഷെ ടോപ്പ് പ്ലെയർ ആണ്, അതിൽ നോ ഡൗട്ട്. ഇനി നെക്സ്റ്റ് ടീമിലോട്ട് നമുക്ക് കടക്കാം. ഇറ്റലി കഴിഞ്ഞ വർഷത്തെ വിന്നർ എന്ത് തോന്നുന്നു? ഇറ്റലി ഗെയിമൊക്കെ ഇറ്റലി ഒരു നല്ലൊരു പൂളാണ് ഇല്ലത്. വെരി കോമ്പറ്റേറ്റീവ് പൂളിലാണ് ഇറ്റലി ഇപ്രാവശ്യം കളിക്കുന്നത്. യെസ്, കഴിഞ്ഞ വേൾഡ് കപ്പിൽ ഇവർ ക്വാളിഫൈ പോലും ആയില്ല. അതാണ് ഇവരുടെ അവസ്ഥ അല്ലേ? അതെ അതെ, ഒന്നും ഒരു അൺപ്രഡിക്റ്റബിൾ ടീമാണ്. അത് യൂറോ അടിക്കുന്നു, അടുത്ത വർഷം വേൾഡ് കപ്പ് ക്വാളിഫൈ പോലും ആവുന്നില്ല. ഇപ്പൊ പറയാൻ പറ്റില്ല ഈ യൂറോയിൽ എന്താ സംഭവിക്കുന്നത്. ഇപ്പൊ ഫസ്റ്റ് മാച്ച് തന്നെ നന്നായി കളിച്ചു, നല്ല കളിയുണ്ട്, നല്ല കളിയുണ്ട്. പക്ഷെ 22 സെക്കൻഡിൽ തന്നെ ഗോള് കൺസീഡ് ചെയ്തു എന്നുള്ളതാണ് ഫാസ്റ്റസ്റ്റ് ഗോൾ. പക്ഷെ അതാ ആ ഗോളിന്റെ തന്നെ നോക്കിയാൽ മതി. ഇനീഷ്യലി 22 സെക്കൻഡ്സിൽ 1 മിനിറ്റിലൊക്കെ വരുന്ന ഗോളൊക്കെ ടീം ഒന്ന് ആ ഒരു സിസ്റ്റത്തിലേക്ക് വന്നില്ല. മൊറാലിറ്റിനെ ഭയങ്കരമായിട്ട് ബാധിക്കും. പക്ഷെ ഇവരുടെ നാഷണൽ ആന്തമാണ് മെയിൻലി ഫേമസ്. അതായത് ഭയങ്കര ഒച്ചയിലാണല്ലോ നാഷണൽ ആന്തം. അതെ അതെ, അതാണ് ഇറ്റാലിയൻ ടീമിനെ മാറ്റിയിരുന്നത്. പിന്നെ ഇവരുടെ എനർജി ഉണ്ട്, ആ എനർജി പിച്ചിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. പിന്നെ പ്ലേയേഴ്സ് അറിയാലോ നമുക്ക്. റൈറ്റ് വിങ്ങില് കിയേഴ്സ് കഴിഞ്ഞ യൂറോയിലെ ബെസ്റ്റ് പ്ലെയർ ആയിരുന്നു കിയേഴ്സ. അവൻ ഈ സീസണിൽ ഇപ്പൊ കുറച്ച് പരിക്കൊക്കെ ആയിരുന്നു. എന്നിട്ട് ഇപ്പോഴാണ് ഇപ്പൊ റൈറ്റ് വിങ്ങിൽ സ്റ്റാർട്ട് ചെയ്തത്. അവൻ ഡീസൻ്റ് ആയിട്ട് ഇമ്പാക്റ്റ് ഉണ്ട്. അതെ അല്ലേ? ഇവരൊക്കെ റൗണ്ട് ഓഫ് 16 ഏകദേശം ഉറപ്പാണ്. ഇറ്റലി ഒരു കോമ്പറ്റീറ്റീവ് ടീമാണ്. എപ്പോഴും ഒരു ടീം ഉണ്ടാവും, നല്ല ടീമാണ്. ഞാൻ പറഞ്ഞേ യൂറോ അടിച്ചിട്ട് നെക്സ്റ്റ് ഇയർ ആണ് ഡയറക്റ്റ് ക്വാളിഫയേഴ്സിന് ഔട്ട് ആവുന്നത്. ഞാൻ ഒരു എന്താ പറയാ, ഒരു പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ടീമാണ് അല്ലേ? എന്ത് സംഭവിക്കാം. കീപ്പറും ടോപ്പ് ലെവലിലാണ്. കീപ്പർ ഡൊണാറുമ്മ ഒക്കെ പെനാൽറ്റി സിറ്റുവേഷനിലേക്കൊക്കെ പോയ ഒറ്റക്ക്. കഴിഞ്ഞ യൂറോ ഫൈനലില് പെനാൽറ്റി ആയിട്ട് നടന്നു പോകണേ കൂളായിട്ട് ലാസ്റ്റ് പെനാൽറ്റി അടിച്ചു. പുള്ളിയുടെ മെന്റാലിറ്റി ഒക്കെ വേറെ ലെവലാ. ഒരു ടെൻഷൻ ഇല്ല. പുള്ളിയൊക്കെ പോസ്റ്റ് നിന്നാൽ തന്നെ എവിടെ അടിക്കുക, സ്പേസ് പോലും ഓൾറെഡി അത്രയും വലിയ മനുഷ്യനാ. ചാമ്പ്യൻസ് ലീഗിലും നല്ല കളി തന്നെയായിരുന്നു. പിന്നെ PSG സ്കോർ ചെയ്യാത്തത് കൊണ്ട് മാത്രം തോറ്റാണ്. PSG സ്ക്വാഡിന്റെ ഒക്കെ പ്രശ്നം. AC മിലാനിലും നല്ല കളിയാണ്. UNS ഒക്കെ ആയിട്ട് കട്ടക്ക് നിൽക്കണ ഒരു മാച്ചൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ലൈക്ക് 4-2-0 ഡൗൺ ആയി നിന്നിട്ട് 4-2 ജയിക്കും. അപ്പൊ അന്ന് റൊണാൾഡോ കളിക്കുന്നുണ്ട് UNSല്. എന്നിട്ടും റൊണാൾഡോന്റെ ഒക്കെ ഷോട്ട് ഫുൾ സ്റ്റോപ്പ് ചെയ്തു. ഫസ്റ്റ് ഹാഫിൽ 2-0 ഡൗൺ ആയിട്ട് സെക്കൻഡ് ഹാഫിൽ കംബാക്ക് ആണ് 4-2. അതൊരു ടോപ്പ് കളിയായിരുന്നു അന്ന് ഡൊണാറുമ്മേന്റെ. ലൈക്ക് സേവ്സ് ഒക്കെ എനിക്ക് തോന്നുന്നു റീൽസിൽ തന്നെ കുറെ തവണ ഓടി, ഒരുപാട് തവണ വന്നിട്ടില്ല അല്ലേ? ഡൊണാറുമ്മ നല്ല ഗോൾ കീപ്പറാണ്. ലൈക്ക് യങ്ങും ആണ്, അത്യാവശ്യം വലിയ ഏജ് ഒന്നും ആയില്ലല്ലോ, ഒരു 26 അത്രയൊക്കെ ഉള്ളു. പക്ഷെ ഈ ടീമാണ് പ്രശ്നം. PSG ക്ലബ് ലെവല്. ഇപ്പൊ റയൽ മാഡ്രിഡിലൊക്കെ ആണെങ്കിൽ PSG
PSG ഒരു ബെൽജിയാണ് ഇന്റർനാഷണൽ. PSG അതെ അതെ, ഒരു ഭാഗ്യമില്ലാത്ത. എപ്പോഴും കളിക്കാരുണ്ടാവും, എപ്പോഴും കളിക്കാരുണ്ടാവും, എപ്പോഴും എല്ലാരും വന്ന് ബോട്ടിൽ ചെയ്ത് പോകും ലാസ്റ്റ് മിനിറ്റ്. അത് ടോപ്പ് പ്ലേയേഴ്സ് വരെ ഉണ്ടാവും. ആരും ഇല്ലാത്ത PSG നല്ല ടീമല്ലേ. മെസ്സി വന്ന ടൈമിലൊക്കെ സൂപ്പർ ഒരു പാർസൽ പറിച്ചു കേട്ട പോലെ നെയ്മർ, മെസ്സി, ഡെംബെലെ വന്നു, എല്ലാരും ഉണ്ട്. മിഡ്ഫീൽഡും സൂപ്പർ അല്ലേ. അങ്ങനെ ഒരു ടീം. ഇനി നെക്സ്റ്റ് ടീം നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ടീമാണ് നെതർലാൻഡ്സ്. എല്ലാവർക്കും ഒരു ഇഷ്ടമുണ്ട് നെതർലാൻഡ്സ് ഇല്ലാണ്ട് എന്ത് വേൾഡ് കപ്പ്, നെതർലാൻഡ്സ് ഇല്ലാണ്ട് എന്ത് യൂറോ, ലൈക്ക് അങ്ങനത്തെ ഫാൻസ്. ഓറഞ്ച് പടയാണ്. അവർക്കും ഒരു ലക്കില്ലാത്ത ടീമാണ്. പക്ഷെ ഹേറ്റേഴ്സ് ഒക്കെ കുറവാണ്. എല്ലാവർക്കും ഡീസന്റ് ടീമാണ്. അതെ, ഇപ്രാവശ്യം നല്ല സ്ക്വാഡ് ഉണ്ട്. പക്ഷെ ഒരു അറ്റാക്കിംഗ് ഫിനിഷിംഗിൽ ഇപ്പോഴും ഒരാളില്ല. ലൈക്ക് വാൻ പേഴ്സിനെ പോലത്തെ ഒരു ആളുടെ കുറവുണ്ട്. അത് ഒരു ജനറേഷൻ ആയിരുന്നു. 2010 ഗോളൊക്കെ ഓർമ്മയില്ലേ. അതെ, അതൊക്കെ ആ ഒരു ജനറേഷന്റെ ലെവലിലോട്ട് ഇല്ലെങ്കിലും കോമ്പറ്റീറ്റീവ് സ്ക്വാഡ് തന്നെയാണ്. ലൈക്ക് ഡിഫൻസിൽ വാൻഡേക്കൊക്കെ ഇപ്പോഴും സ്ട്രോങ് ആയിട്ട് ഉണ്ട്. ടോപ്പ് പ്ലേയേഴ്സ് എല്ലാ ക്ലബിലെ ടോപ്പ് പ്ലേയേഴ്സും ഉണ്ട്. അറ്റാക്കിങ്ങിൽ ഗ്യാപ്കോ ഉണ്ട്. പിന്നെ യുണൈറ്റഡിന്റെ തന്നെ പ്ലെയർ ആയിരുന്ന ബ്ലിൻഡ് ഈ തവണത്തെ സ്ക്വാഡില് എനിക്ക് തോന്നുന്നു കളിക്കുന്നില്ല എന്ന് തോന്നുന്നു. ലൈക്ക് ഓൾറെഡി ഒരു പ്രായമായി പുള്ളിക്ക്. ഏകദേശം എല്ലാ പ്ലേസസും ഫില്ലായി. മിക്ക ടീമും ഇപ്പൊ കോമ്പറ്റീറ്റീവ് ആയതുകൊണ്ട് ലൈക്ക് ഒരു പോയിന്റിന്റെ വ്യത്യാസത്തിലൊക്കെ കയറാൻ സാധ്യതയുള്ള ടീമുകളുണ്ട് എല്ലാ ഗ്രൂപ്പിലും. തേർഡ് പ്ലേസിലേക്കൊക്കെ ഓൾറെഡി ബെൽജിയത്തിന്റെ ഗ്രൂപ്പ് നോക്കിയാൽ എല്ലാവർക്കും 3 points 2 മാച്ച് കഴിഞ്ഞപ്പോ. അപ്പൊ നെക്സ്റ്റ് മാച്ചാണ് ഡിസൈഡിങ് മാച്ച്. അപ്പൊ അത് നമുക്കൊന്ന് വെയിറ്റ് ആൻഡ് സീ അല്ലേ. അത് കണ്ടു തന്നെ മനസ്സിലാക്കണം. നല്ല നല്ല കളികൾ വരും, ഷുവറാണ്. കാരണം നെക്സ്റ്റ് റൗണ്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് എല്ലാ ടീമും പെർഫോം ചെയ്യും. എനിക്ക് തോന്നുന്നു ഓൾറെഡി ഇപ്പൊ 2 ടീം ഔട്ടായി എന്നുള്ള ഉറപ്പിച്ചു. ലൈക്ക് സ്കോട്ട്ലൻഡ് ഔട്ടായി ഓൾറെഡി, ഗ്രൂപ്പിന്റെ ലാസ്റ്റാണ്. എനിക്ക് തോന്നുന്നു പോളണ്ട് ഔട്ടായെന്നുണ്ട്. ബാക്കിയുള്ള ടീമിനും ചെറിയ സാധ്യതയുണ്ട്. നോക്കാം നമുക്ക്. അതെ, നല്ല ടീം തന്നെ 16 വരട്ടെ. 16 ഒന്ന് കൊഴുക്കട്ടെ. 16 വരുമ്പോഴേക്കും കളി മാറും. ഈ ഗ്രൂപ്പ് സ്റ്റേജിന്റെ ഒരു എന്താ പറയാ ആലസ്യത പോലത്തെ ഒരു കളിയൊന്നും ഉണ്ടാവില്ല അല്ലെ. കുറച്ചും കൂടി ഫുൾ എനർജി ആയിരിക്കും. ടീം 3 മാച്ചസ് ഒക്കെ കളിച്ച് ലൈക്ക് ആ ഒരു ജർമ്മനിക്ക് ഓബ്വിയസ്ലി ജർമ്മനി ഹോസ്റ്റ് ചെയ്യണോണ്ട് കുഴപ്പമില്ല. ബാക്കിയെല്ലാവരും ഒന്ന് സെറ്റായി വരണുള്ളൂ. അപ്പൊ ഈ 3 മാച്ചസ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ക്വാളിഫൈയിൽ വരുമ്പോഴേക്കും ഇവരെല്ലാം പ്രൊഫഷണൽ പ്ലേയേഴ്സ് ആണ്. എന്തായാലും അഡാപ്റ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടാവും. ഈസി ആയിട്ട് അഡാപ്റ്റ് ചെയ്യാം എല്ലാവരും. ആ ലെവലിലുള്ള പ്ലേയേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. അതെ, ഓക്കെ, സൈനിങ് ഓഫ്. Thank you guys.